പുഴയിൽ നിന്ന് കയറുന്നു. പഴം ഒലിച്ചു വന്ന ഭാഗത്തേക്ക് നടക്കുകയാണ്. കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു പഴത്തിന്റെ തോട്ടം കാണുകയാണ്. അബൂ സാലിഹ് എന്നവർ ഉറപ്പിക്കുന്നു, ഈ തോട്ടത്തിൽ നിന്ന് വീണ പഴം തന്നെയാണ് ഞാൻ കഴിച്ചതെന്ന് മനസ്സിലാക്കിയ അബൂ സാലിഹ് എന്നവരതാ ആ തോട്ടത്തിലേക്ക് കയറുകയാണ്. തോട്ടത്തിലേക്ക് കയറിയപ്പോ തോട്ടത്തിന്റെ മധ്യഭാഗത്തതാ നല്ലൊരു വീട് കാണുന്നു. ആ വീട്ടിന്റെ ഉമ്മറത്തതാ ഒരു പ്രകാശപൂരിതമായ മുഖപ്രസന്നതയോടെ കൂടെ ഒരാളിരിക്കുന്നുണ്ട്. അയാളുടെ പേരാണ് അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. മഹാന്റെ അടുക്കലേക്ക് ചെന്നപാട് അബൂ സാലിഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെന്നിട്ട് അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹുവിന്റെ കാൽക്കൽ വീഴുകയാണ്. എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു അബൂ സാലിഹ് എന്നവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാ? നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ആരാണെന്ന് പറഞ്ഞില്ല. വിഷയം അവിടുന്ന് അബൂ സാലിഹ് എന്നവർ അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ പുഴയിൽ നിന്ന് കുളിക്കുന്ന സന്ദർഭത്തില് എനിക്കിവിടെ നിന്ന് ഒലിച്ചു വന്നൊരു പഴം ലഭിച്ചു. വിശപ്പിന്റെ കാഠിന്യത്താൽ ഞാനത് ഭക്ഷിച്ചു പോയി. എനിക്ക് നിങ്ങൾ മാപ്പ് നൽകണേ. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് മാപ്പ് നൽകാം, നിങ്ങൾക്ക് മാപ്പ് നൽകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ നിബന്ധനകൾ നിങ്ങൾ പാലിക്കണം. അബൂ സാലിഹ് ഒന്നും ആലോചിച്ചില്ല. കാരണം തൗബയുടെ വിഷയമാണ്. നമ്മൾ ഒരാളെ കുറിച്ച് ഗൈബത്ത് പറഞ്ഞു, നമുക്ക് തൗബ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഗൈബത്ത് പറഞ്ഞ ആളരികിൽ ചെന്നുകൊണ്ട് പൊരുത്തപ്പെടിക്കൽ ബാധ്യതയല്ലേ? അബൂ സാലിഹ് വേറൊന്നും ചിന്തിച്ചില്ല. നിങ്ങളുടെ നിബന്ധന പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പാലിക്കേണ്ട നിബന്ധന എന്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കണം. എന്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കണം. അബൂ സാലിഹ് എന്നവർ അമ്പരന്ന് പോയി. ഒരു പഴം കഴിച്ചതിന്റെ പേരിൽ വിവാഹം കഴിക്കണമെന്ന് പറയുന്നിടത്ത് എന്താണ് അതിന്റെ സ്ഥിതി? പുതിയ കാലത്തോട് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ കാലം ജനറേഷൻ പറയും ചിലപ്പോൾ, ഞാൻ 2 പഴം കഴിച്ചോളാം, ഞാൻ തയ്യാറാണ്. അബൂ സാലിഹ് എന്നവർ പറഞ്ഞു, എനിക്കെന്റെ തൗബ അനിവാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെന്തെങ്കിലും ഡിമാൻഡ് പറയാനുണ്ടോ? അബ്ദുല്ലാഹി സൗമഈ പറഞ്ഞു, ഒന്നും പറയാനില്ല. നിങ്ങൾ എന്നോട് വാഗ്ദാനമേറ്റതാണ്, അതുകൊണ്ട് നിങ്ങളിത് സ്വീകരിച്ചേ പറ്റൂ. സമ്മതം മൂളുന്നു. ഞാൻ റെഡിയാണെന്ന സമ്മതം മൂളുകയാണ്. അതിന്റെ ശേഷമല്ലേ അബ്ദുല്ലാഹി സൗമഈ എന്നവര് അവിടുന്ന് പറയുന്നുണ്ട്, എന്നാൽ കേൾക്കണോ, നിങ്ങൾ എന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്റെ മകൾക്ക് 2 കണ്ണുമില്ല, എന്റെ മകൾക്ക് 2 കാതുമില്ല, എന്റെ മകൾക്ക് 2 കൈയും 2 കാലുമില്ലാത്തവളാണ്. ഇത് കേട്ടപ്പോൾ നമുക്ക് തന്നെ ധാരണ വന്നില്ലേ ഏകദേശം ഏത് രൂപത്തിലുണ്ടായിരിക്കും ആ പെണ്ണിന്റെ ശരീരം? അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ അബൂ സാലിഹ് എന്നവർ സ്വീകരിക്കാത്ത വഴികളില്ല. സ്വീകരിക്കൽ അനിവാര്യമായി. അങ്ങനെ അതാ അബൂ സാലിഹ് എന്നവര് പെണ്ണിനെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് ചെന്നു. ഉള്ളിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെയല്ല, പൂർണ്ണമായ എല്ലാ അവയവങ്ങളുമുള്ള മകളാണ്. 2 കണ്ണും നല്ല പവർഫുള്ള് തന്നെ, 2 ചെവിക്കും കംപ്ലൈന്റുകളില്ല, നടക്കാനും പ്രവർത്തിക്കാനും കൈകാലുകൾക്ക് വൈകല്യങ്ങളില്ല. അബൂ സാലിഹ് എന്നവര് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളെ മകൾക്ക് വൈകല്യങ്ങളുണ്ടെന്ന്?
പിന്നെ എന്തേ ഇങ്ങനെ കാണാൻ കഴിയുന്നത്? അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി സൗമ എന്നവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ എന്റെ മകൾക്ക് വിവാഹമാലോചനയുമായിട്ട് ഒരുപാട് നാളുകളായി അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് ദുആകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. എന്റെ മകൾക്ക് കണ്ണില്ല എന്ന് പറഞ്ഞത്, എന്റെ മകളുടെ കണ്ണുകൊണ്ട് ഒരു ഹറാമ് കണ്ടിട്ടില്ല. എന്റെ മകൾ കാതുകൊണ്ട് ഒരു ഹറാമായ ഗാനവും കേട്ടിട്ടില്ല. എന്റെ മകൾ കാലുകൊണ്ട് ഒരു ഹറാമിയത്തിലേക്കും നടന്നു പോയിട്ടില്ല. എന്റെ മകൾ കൈകൊണ്ടൊരു ഹറാമും പ്രവർത്തിച്ചിട്ടില്ല. അത്രമേൽ സൂക്ഷ്മത പുലർത്തിയ മകളാണ് ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ. എന്റെ മകൾ അത്ര സൂക്ഷ്മത പുലർത്തുന്നവളാണ്. അവൾക്ക് സൂക്ഷ്മത പുലർത്തുന്ന ഒരു ഭർത്താവിനെ ഞാൻ അന്വേഷിക്കുന്നു. നിങ്ങളെക്കാൾ വേറൊരാൾ എനിക്ക് അന്വേഷിക്കേണ്ടതില്ല. അതുകൊണ്ട് അബൂ സ്വാലിഹ് എന്നവരെ, നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്റെ മകളെ കഴിക്കണേ. ഒരു വിശാലമായ ആത്മീയ ചക്രവാളത്തിന്റെ തുടക്കമാണ്. വിഷയത്തിലേക്ക് വരട്ടെ. അബൂ സ്വാലിഹ് എന്നവരുടെയും ഫാത്തിമ ബീവിയുടെയും വിവാഹം നടന്നു. അതിലൂടെ കുഞ്ഞ് ജനിക്കുന്നു. റമളാൻ 1 ജനിച്ച കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മുടെ വിഷയങ്ങൾ വരുന്നത്. ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുടെ ജനനം നടന്നു റമളാൻ 1. പാപ്പയാരാ അബൂ സ്വാലിഹാണ്, ഉമ്മയാരാ ബീവി ഫാത്തിമയാണ്. ക്വാളിറ്റി എന്താ? സൂക്ഷ്മശാലികളാണ്. ഹറാമിയത്തിന്റെ വഴികളില്ല, ഹറാമിയത്തിന്റെ അവകാശങ്ങളില്ല. പഴമയിൽ പറയുന്ന ചൊല്ലുകളില്ലേ, 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത് പോലെ വാപ്പ പോരിശ പറയുന്ന ആള്, ഉമ്മ അതിനേക്കാൾ ഡബിള് പോരിശയുള്ള ആളാണ്. പിന്നെ മക്കളെ കഥ പറയാനുണ്ടോ? എത്രമേൽ ആത്മീയത സ്ഫുരിക്കുന്ന ജീവിതങ്ങളായിരിക്കും. അതാണ് ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുകൾ റമളാൻ 1 ജനനം നടന്നു. ആ ജനനം നടന്നത് മുതൽ ചെറിയ പ്രായത്തിലെ കറാമത്തുകൾ കണ്ടു തുടങ്ങുകയാണ്. ചെറിയ പ്രായം മുലകുടിക്കുന്ന പ്രായത്തിലെ കറാമത്തുകൾ കണ്ടു തുടങ്ങി. അതല്ലേ മുഹീദ്ദീൻ മാലയിൽ പറയുന്നത്, മുതലായ റമളാനിൽ 30 നാളിലും മുലകുടിക്കും കാലം മുലനെ തൊടാതോവേ. ജനിച്ച റമളാനിൽ പകലിൽ മുല കുടിക്കുന്നില്ല ശൈഖ് ജീലാനി തങ്ങളെ. പകലിൽ മുല കുടിക്കാത്ത ചെറിയ കുഞ്ഞ് വളർന്നു വരുന്നു. അത്രമേൽ ചെറിയ പ്രായത്തിലെ കറാമത്ത് കാണിച്ചവർ. ചിലപ്പോൾ വാപ്പാന്റെ പോരിശ് കൊണ്ട് മക്കൾക്ക് കറാമത്തുണ്ടായേക്കാം. ചിലപ്പോൾ മക്കൾ വളർന്ന് ആത്മീയ ലോകം കീഴടക്കാനുള്ളത് കൊണ്ടും അവർക്കും നേരത്തെ കറാമത്ത് ഉണ്ടായേക്കാം. അതിൽപ്പെട്ട ഗണത്തിൽ നിന്ന് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിലെ കറാമത്ത് കാണിച്ചു. പ്രിയമുള്ളവരെ, ഇവർക്കെല്ലാം ഇത്ര ആത്മീയ ഔന്നിത്യം ലഭിക്കാനുള്ള കാരണമെന്താ? ആത്മീയമായിട്ട് ഉയരാനുള്ള കാരണമെന്താ? അറിവിനെ അവരുടെ ആശയമായിട്ട് കൊണ്ടു നടന്നു. ശൈഖ് ജീലാനി റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, 90 വയസ്സ് ജീവിച്ച മഹാൻ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. 50 വർഷവും ഇൽമു പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. 18 വയസ്സ് വരെ സ്വന്തം നാട്ടിൽ ഇൽമു നുകർന്നു. വ്യത്യസ്തമായ ഉസ്താദന്മാരിൽ നിന്നും ഇൽമു പഠിച്ച ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പിന്നീട് 33 വർഷത്തിലേറെ ബഗ്ദാദിലേക്ക് യാത്ര പോവുകയാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട ഇൽമിന്റെ മേഖലകളെല്ലാം കാണുന്നത്. പ്രിയമുള്ളവരെ, മക്കൾക്ക് ഇൽമു പഠിപ്പിക്കണം. ഇൽമു പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ പുതിയ കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ലിബറൽ ചിന്താഗതികളുണ്ട്. ചില ലെസ്ബിയൻ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ചില നിരീശ്വരവാദങ്ങൾ കേൾക്കുന്നുണ്ട്. ആ മക്കൾക്കെല്ലാം നിരീശ്വരവാദത്തിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണം എന്താ? ദീനിന്റെ വിഷയങ്ങളിൽ അവർ അവഗാഹം നേടിയില്ല.
പ്രാഥമിക പഠനങ്ങൾ പോലും പഠിക്കാൻ മടി കാണിച്ചു പോയി. അതുകൊണ്ട് നിരീശ്വരവാദങ്ങൾ പുതിയ കാലത്ത് പിറവിയെടുക്കുന്നു. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ഉദാത്തമായ മാതൃകൾ, ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും അറിവ് പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മളും നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ മാറ്റിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വന്തം ഉമ്മ മകനെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കും പറയുന്നൊരു സംസാരമുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കും പറയും, ഇനി അടുത്ത മാസം ലീവിന് വരുമ്പം കാണാം. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ഉമ്മ പറയുന്നൊരു മറുപടിയുണ്ട്, ആദാ വജുല്ല അറാഹു ഹത്താ യൗമിൽ ഖിയാമ. മോനെ, ഇനി നമ്മൾ കണ്ടുമുട്ടുന്നു വരില്ല, നമുക്കിനി ഖിയാമത്ത് നാളിൽ കാണാം. അത്രമേൽ വിശാലമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇൽമു പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കണം, വേറൊന്നിനും ചെലവഴിക്കേണ്ടതില്ല. അലീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവരുടെ മദ്ഹ് പറയുന്നതിനോടൊക്കെ നമ്മുടെ ലക്ഷ്യം ദിക്റുൽ അംബിയാഇ ഇബാദാ വ ദിക്റുസ് സ്വാലിഹീന കഫാറാ. അവരെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കണം. ചെറുതും വലുതുമായി സംഭവിച്ചത് പുറത്തു ലഭിക്കാനുള്ള അവസരങ്ങളാണ്, സംഗമങ്ങളാണ്. അലീമായ റബ്ബേ, ആ അർത്ഥത്തിൽ നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സാഹചര്യവും സൗകര്യങ്ങളൊക്കെ അനുകൂലമല്ലാത്തത് കൊണ്ട് താൽക്കാലികം വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ